ओम नमो भगवते वासुदेवाय। ओम नमो नारायण। हरि ओम. SPYSS NYC ഓൺലൈൻ മലയാളം ഡിവിഷന്റെ നാരായണീയ പഠനയാത്രയിലേക്ക് എല്ലാ യോഗ ബന്ധുക്കൾക്കും സുസ്വാഗതം. നമ്മുടെ ഈ പഠനയാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച് തൃശൂർ വടക്കുംനാഥ ഭഗവാനെയും തൊഴുത് എറണാകുളത്തപ്പന്റെ മണ്ണിൽ എത്തി നിൽക്കുകയാണല്ലോ. റെയിൽവേ ഇല്ലാത്ത ജില്ലയായ ഇടുക്കിയുടെയും സ്റ്റേഷൻ എറണാകുളത്താക്കിയതിനാൽ ഈ രണ്ടു ജില്ലക്കാരും യോജിച്ചാണ് ഇന്ന് ഈ യാത്രാ വണ്ടിയെ സ്വീകരിക്കുന്നത്. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം. എറണാകുളം ജില്ലയെ കുറിച്ച് പറഞ്ഞാൽ കേരള സംസ്ഥാനം നിലവിൽ വന്ന ശേഷം നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, തിരുക്കൊച്ചി എന്നിവയിലെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് 1958 രൂപീകൃതമായത്. ഋഷിനാഗകുളം എന്നതായിരുന്നു പഴയ പേര്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നഗരവും വ്യാവസായിക കേന്ദ്രവും അറബിക്കടലിന്റെ റാണിയുമായ കൊച്ചിയും മട്ടാഞ്ചേരി, തൃപ്പൂണിത്തുറ എന്നീ പ്രദേശങ്ങളുടെ സാന്നിധ്യവും ഈ ജില്ലയെ പ്രാധാന്യമുള്ളതാക്കുന്നു. ഹിൽ പാലസ്, ബോൾഗാട്ടി പാലസ്, ജൂതന്മാരുടെ പള്ളി, ഡച്ച് കൊട്ടാരം എന്നിവ ജില്ലയുടെ ഗതകാല പ്രൗഢിക്ക് ദൃഷ്ടാന്തങ്ങളാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, FACT, കൊച്ചിൻ റിഫൈനറി, പ്രധാനപ്പെട്ട IT പാർക്കായ ഇൻഫോ പാർക്ക് എന്നിവ പോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ജില്ലയ്ക്ക് മാറ്റുകൂട്ടുന്നു. കുട്ടികൾക്ക് വിനോദത്തിനായുള്ള വീഗാലാൻഡ് പാർക്ക് ഈ ജില്ലയിലാണ്. പ്രസിദ്ധമായ തട്ടേക്കാട് പക്ഷി സങ്കേതവും കോടനാട് ആന പരിശീലന കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഉള്ള കൊച്ചി മെട്രോ ഒരു പ്രത്യേകത തന്നെയാണ്. എറണാകുളത്തപ്പൻ വാണരുളുന്ന മഹാദേവ ക്ഷേത്രം, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം, പൂവപ്പടി ഗണപതി ക്ഷേത്രം, കൂത്താട്ടുകുളത്തെ ശ്രീധരീയം ഔഷധേശ്വരി ക്ഷേത്രം എന്നിവ പ്രധാന ക്ഷേത്രങ്ങളിൽ ചിലത് മാത്രമാണ്. ശിവരാത്രി നാളിൽ പിതൃബലി നടത്തുന്ന ആലുവ മഹാദേവ ക്ഷേത്രം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുള ക്ഷേത്രം, അതുപോലെ പെരുമ്പാവൂർ മേത്തറിയിൽ ഭൂമിയെ സ്പർശിക്കാത്ത രീതിയിൽ ഒരു പാറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കല്ലിൽ ദേവി ക്ഷേത്രം എന്നിവ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മലയാറ്റൂർ തീർത്ഥാടന കേന്ദ്രവും ധന്വന്തിരി മൂർത്തിയുടെ അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നായ തോട്ടുവ ധന്വന്തിരി ക്ഷേത്രവും ഈ ജില്ലയിൽ തന്നെയാണ്. ആദിശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പരിപാവനമായ കാലടിയും ശങ്കരാചാര്യ സ്വാമികളുടെ മാതാവിന്റെ നാടായ പിറവം പാഴൂർ പടിപ്പുരയും എറണാകുളത്ത് ഭക്തിപ്രഭ ചാർത്തുന്നു. ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് വന്നാൽ കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ജില്ലയാണ് ഇടുക്കി. കോട്ടയം ജില്ലയിൽ ഉൾപ്പെട്ടിരുന്ന ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ താലൂക്കുകളും എറണാകുളം ജില്ലയിലെ മഞ്ഞള്ളൂർ, കല്ലൂർക്കാട് എന്നീ പഞ്ചായത്തുകൾ ഒഴികെയുള്ള തൊടുപുഴ താലൂക്കും ഉൾപ്പെട്ട ഇടുക്കി ജില്ല 1972 രൂപീകൃതമായി. സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും നാണ്യവിളകളുടെയും നാടായ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായ ഇടുക്കി ആർച്ച് ഡാമും കേരളത്തിന്റെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഈ ജില്ലയിൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ, പുണ്യനദിയായ പമ്പ എന്നിവ ഉദ്ഭവിക്കുന്നത് ഇടുക്കിയിലെ മലനിരകളിൽ നിന്നാണ്. ഇടുക്കി ജില്ലയുടെ കവാടമായ തൊടുപുഴയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കാരിക്കോട് ഭഗവതി ക്ഷേത്രം, കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം, ഇടുക്കി വള്ളിയങ്കാവ് ദേവി ക്ഷേത്രം എന്നിവ പ്രസിദ്ധങ്ങളായ ചില ക്ഷേത്രങ്ങളാണ്. കുമളിയിലെ മംഗളാദേവി ക്ഷേത്രത്തിൽ ചിത്രാ പൗർണമി മഹോത്സവം വളരെ പ്രസിദ്ധമാണ്. മൂന്നാർ, ദേവികുളം, തേക്കടി എന്നീ പ്രധാന കേന്ദ്രങ്ങളാണ് വിനോദസഞ്ചാരത്തിന്റെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത്. കുമളി, പീരുമേട്, രാമക്കൽമേട്, പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങൾ പ്രധാന വിനോദസഞ്ചാര മേഖലയിൽ പെടുന്നു. ഈ രണ്ട് ജില്ലകളെ കുറിച്ചും ഇനിയും നമുക്ക് വളരെയധികം വിവരിക്കാനുണ്ട്. എങ്കിലും നമ്മുടെ സമയം അതിനനുവദിക്കുന്നതല്ലാത്തതിനാൽ ഞാൻ എന്റെ കർത്തവ്യം കിടക്കട്ടെ. ശ്രീമന്നാരായണീയം പഠനം 82 ദിവസമായ ഇന്ന് 72ാം ദശകമാണ് നമ്മൾ പഠന വിഷയമാക്കുന്നത്. ഇതിൽ അക്രൂരന്റെ ഗോകുലയാത്രയാണ് വിവരിക്കുന്നത്. ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ, ആ ദിവ്യ തേജസ്സിനെ ഭക്തവാത്സല്യത്തോടെ ദർശിക്കുന്ന അക്രൂരനെ നമുക്ക് ഈ ദശകത്തിലുടനീളം കാണാം. ഭഗവാനെ കാണുക എന്നുള്ളതാണ് അക്രൂരന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കംസൻ തന്നെ കൊല്ലുവാൻ ജനിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണനെ
തന്റെ യാഗശാലയിലേക്ക് ക്ഷണിക്കുന്നതിനായാണ് ഭക്തനായ അക്രൂരനെ വൃന്ദാവനത്തിലേക്ക് അയക്കുന്നത്. വസന്ത തിലക നൃത്തത്തിൽ ചിട്ടപ്പെടുത്തിയ 12 ശ്ലോകങ്ങളാണ് ഈ ദശകത്തിലുള്ളത്. ഈ ദശകത്തിലെ കുറിച്ച് കൂടുതലായി നമ്മുടെ വിശദീകരണങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഇന്നത്തെ പഠനത്തിൽ ധ്യാന ശ്ലോകം ആലപിക്കുന്നത് നമ്മുടെ യോഗബന്ധുവായ ബഹുമാന്യ സത്യജിത്ത് അണ്ണന്റെ മകൾ സിന്ദൂരി സത്യജിത്ത് അക്കയാണ്. ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നതിനായി സരോജിനി അക്കയും വിശദീകരണത്തിനായി സുകുമാരി അക്കയും എത്തുന്നുണ്ട്. ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനായി 1 മുതൽ 3 വരെ സരസ്വതി അക്കയും 4 മുതൽ 6 വരെ സത്യജിത്ത് അണ്ണനും 7, 8 എന്നീ ശ്ലോകങ്ങൾ ഷീമ അക്കയും 9, 10 എന്നീ ശ്ലോകങ്ങൾ വിജയൻ DK അണ്ണനും 11 ദേവകി അമ്മയും 12ാം ശ്ലോകം ഡോക്ടർ ലാലി അക്കയും നിർവഹിക്കുന്നു. സമർപ്പണ ശ്ലോകം ആലപിക്കുന്നതിന് വേണ്ടി രാജി K മണി അക്കയും ലോക കല്യാണ മന്ത്രം ആലപിക്കുന്നതിനായി സുബ്രഹ്മണ്യൻ അക്കയും എത്തിയിട്ടുണ്ട്. എല്ലാവരെയും അതുപോലെ ഈ പഠനയാത്രയെ അനുഗമിക്കുന്ന നല്ലവരായ എല്ലാ യോഗ ബന്ധുക്കളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ആലപിക്കുന്നതിനായി സിന്ദൂരി സത്യജിത്ത് അക്കയെ വളരെ സ്നേഹവാത്സല്യത്തോടെ ക്ഷണിക്കുന്നു. ഹരി ഓം. ഹരി ഓം അക്ക. ഗജാനന പദ്മാർകം ഗജാനനം മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ശ്രീ മഹാഗണപതായ നമഃ. ഗുരുവേ സർവലോകാനാം വൃഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വത്യേ നമഃ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ശ്രീനാഥ് നാരായണ വാസുദേവ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ശ്രീനാഥ് നാരായണ വാസുദേവ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരി ശ്രീനാഥ് നാരായണ വാസുദേവ. ഹരി ഓം. ചാൻഡിങ് ഗൈഡൻസിനായി സരോജിനി അക്കയെയും റിപ്പീറ്റേഷന് വേണ്ടി 1, 2, 3 ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിനായി സരസ്വതി അക്കയെയും ബാക്കി ശ്ലോകങ്ങൾ ക്രമത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനായി സത്യജിത്ത് അണ്ണനെയും ശ്രീമ അക്കയെയും വിജയൻ അണ്ണനെയും ദേവകി അമ്മയെയും ലാലി അക്കയെയും വളരെ സ്നേഹാദരങ്ങളോടെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഇന്ന് നമ്മുടെ നാരായണീയ പഠനത്തിന്റെ 82ാം ദിവസം നമ്മൾ എറണാകുളം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ പഠനയാത്രയിൽ എല്ലാവർക്കും ആതിഥ്യം അരുളിക്കൊണ്ട് ഞങ്ങൾ 1ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കട്ടെ. ഈ ദശകം വസന്തതിലകം വൃത്തത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. 1ാമത്തെ ശ്ലോകം പദച്ഛേദം പറയാം. കംസഃ അധ നാരദഗിര വ്രജവാസിനം ത്വാം ആകർണ്യ ദീർഘഹൃദയഃ സഹ തു ഗാന്ധിനേയം ആഹൂയ കാർമുകമഖഃ ചലതഃ ഭവന്തം ആനേതും ഏനം അഭിനോദ അഭിനാഥശായിൻ. ശ്ലോകം. കംസോധനാരദഗിരാ വ്രജവാസിനം ത്വാം ആകർണ്യ ദീർഘഹൃദയ സതു ഗാന്ധിനേയം. കംസോധനാരദഗിരാ വ്രജവാസിനം ത്വാം ആകർണ്യ ദീർഘഹൃദയ സതു ഗാന്ധിനേയം. ആഹൂയ കാർമുകമഖച്ഛലതോ ഭവന്തം ആനേതുമേനമഹിനോദാഹിനാഥശായിൻ. आहूय कार्मुघम् अघचलदो भवन्त आनेदुमेन महिनोद अहिनादशायिन्.
कंसोधनारदगिरा व्रजवासिनं त्वाम् आकर्ण्यदीर्णहृदय सतुगान्धिनेयम् आहूय कार्मुकमखच्छलतो भवन्तम् आनेतुमेनमहिनोदहिनाथ चायिन् कंसोधनारदगिरा व्रजवासिनं त्वाम् आकर्णदीर्णहृदय सदुगान्धिनेयम् आहूय कार्मुकमगच्छलदो भवन्तम् आनेतुमेनमहिनोद अहिनाथशायिन्. രണ്ടാമത്തെ ശ്ലോകം പദച്ഛേദം. അക്രൂരഃ യശഃ ഭവദംഘ്രിപരഃ ചിരായ ത്വത് ദർശന അക്ഷമമനാഃ ക്ഷിതിപാല ഭീത്യാ തസ്യ ആജ്ഞയാ ഏവ പുനഃ ഈക്ഷിതും ഉദ്യതഃ ത്വാം ആനന്ദഭാരം അതിഭൂരിതരം ബഭാര. അക്രൂരയേഷ ഭവദംഘ്രിപരശ്ചിരായ ത്വദ്ദർശനാക്ഷമമനഃ ക്ഷിതിപാലഭിത്യാ. अक्रूर एष भवदङ्घ्रिपरश्चिराय त्वद्दर्शनाक्षममना क्षितिपालभीत्या തസ്യാജ്ഞയൈവ പുനരീക്ഷിതുമുദ്യതസ്ത്വാം ആനന്ദഭാരമതിഭൂരിതരം ബഭാര. तस्याज्ञयैव पुनरीक्षितुमुद्यतस्त्वाम् आनन्दभारमधिभूरितरं बभार. അക്രൂരയേഷ ഭവദംഘ്രിപരശ്ചിരായ ത്വദ്ദർശനാക്ഷമമനഃ ക്ഷിതിപാലഭീത്യാ തസ്യാജ്ഞയൈവ പുനരീക്ഷിതുമുദ്യതസ്ത്വാം ആനന്ദഭാരമതിഭൂരിതരം ബഭാര. अक्रूर एष भवदङ्घ्रिपरश्चिराय त्वद्दर्शनाक्षममना क्षितिपालभीत्या तस्याज्ञयैव पुनरीक्षितुमुद्यतस्त्वाम् आनन्दभारमधिभूरिधरं बभार. അടുത്തത് മൂന്നാമത്തെ ശ്ലോകം. സഹ അയം രഥേന സുഹൃതീ ഭവതഃ നിവാസം ഗച്ഛൻ മനോരഥഗണാൻ ത്വയി ധാര്യമാണാൻ ആസ്വാദയൻ മുഹുഃ അപായഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥി ന കിഞ്ചിത് അപി വ്യജാനാത്. സോയം രഥേന സുഹൃതീ ഭവതോ നിവാസം ഗച്ഛൻ മനോരഥഗണാം ത്വയി ധാര്യമാണാൻ. सोऽयं रथेन सुहृदी भवदो निवासं गच्छन् मनोरथगणां स्त्वयि धार्यमाणान् ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പതി ന കിഞ്ചിദപി വ്യജാനാത്. आस्वादयन् मुहुरपाय भयेन दैवं सम्प्रार्थयन् पथि न किञ्चिदभिव्यजानात्. സോയം രഥേന സുകൃതി ഭവതോ നിവാസം ഗച്ഛൻ മനോരഥഗണാം സ്ത്വയി ധാര്യമാണാൻ ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥി ന കിഞ്ചിദപി വ്യജാനാത്. सोऽयं रथेन सुहृदी भवदो निवासं गच्छन् मनोरथगणां स्त्वयि धार्यमाणान् आस्वादयन् मुहुरपाय भयेन दैवं सम्प्रार्थयन् पथि न किञ्चिदभिव्यजानात्. നാലാമത്തെ ശ്ലോകം. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം
സ്പ്രക്ഷ്യാമി കിംസിദ് അപി നാമ പരിഷ്വജേയ കിം വക്ഷ്യത്തെ സഹ ഖലു മാം ക്വ നു വീക്ഷിതഃ സ്യാത് ഇത്തം നിനായ സഹ ഭവന്മയം ഏവ മാർഗം. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പ്രക്ഷ്യാമി കിം സ്വിദപി നാമ പരിഷ്വജേയ. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പൃക്ഷ്യാമി കിംസിദപി നാമ പരിഷ്വജേയം. കിം വക്ഷ്യത്തെ സ ഖലു മാം ക്വനു വീക്ഷിതഃ സ്യാത് ഇത്തം നിനായ സ ഭവന്മയമേവ മാർഗം. കിം വക്ഷ്യത്തെ സ ഖലു മാം ക്വനു വീക്ഷിതഃ സ്യാത് ഇത്തം നിനായ സ ഭവന്മയമേവ മാർഗം. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പ്രക്ഷ്യാമി കിംസിദപി നാമ പരിഷ്വജേയ കിം വക്ഷ്യത്തെ സ ഖലു മാം ക്വനു വീക്ഷിതഃ സ്യാത് ഇത്തം നിനായ സ ഭവന്മയമേവ മാർഗം. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പൃക്ഷ്യാമി കിംസിദപി നാമ പരിഷ്വജേയം കിം വക്ഷ്യത്തെ സ ഖലു മാം ക്വനു വീക്ഷിതഃ സ്യാത് ഇത്തം നിനായ സ ഭവന്മയമേവ മാർഗം. അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ്. ഭൂയഃ ക്രമാദ് അഭിവിശൻ ഭവദംഘ്രിഭൂതം വൃന്ദാവനം ഹര വിരിഞ്ച സുര അഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരം അവാപ ന പങ്കജാക്ഷ. ഭൂയ ക്രമാദഭിവിശൻ ഭവദംഘ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം. ഭൂയ ക്രമാദഭിവിശൻ ഭവദംഘ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം. ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപ ന പങ്കജാക്ഷ. ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ. ഭൂയ ക്രമാദഭിവിശൻ ഭവദംഘ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപ ന പങ്കജാക്ഷ. ഭൂയ ക്രമാദഭിവിശൻ ഭവദംഘ്രിഭൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ. അടുത്തത് ആറാമത്തെ ശ്ലോകം. പശ്യൻ അവന്തത ഭവത് വിഹൃതി സ്ഥലാനി പാംസുഷു അവേഷ്ടത ഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാഃ ഹി തദാ അപി ജാതാഃ ഏവം തു ഭക്തിതരളാ വിരളാഃ പരാർത്ഥം. പശ്യൻ അവന്തത ഭവദ്വിഹൃതി സ്ഥലാനി പാംസുഷ്വവേഷ്ടത ഭവച്ചരണാങ്കിതേഷു. പശ്യന്നവന്തത ഭവദ്വിഹൃതി സ്ഥലാനി പാംസുഷ്വവേഷ്ടത ഭവച്ചരണാങ്കിതേഷു. കിം ബ്രൂമഹേ ബഹുജനാഃ ഹി തദാപി ജാതാ ഏവം തു ഭക്തിതരളാ വിരളാ പരാത്മൻ. കിം ബ്രൂമഹേ ബഹുജനാ ഹി തദാപി ജാതാഃ ഏവം തു ഭക്തിതരളാ വിരളഃ പരാത്മൻ. പശ്യന്നവന്തത ഭവദ്വിഹൃതി സ്ഥലാനി പാംസുഷ്വവേഷ്ടത ഭവച്ചരണാങ്കിതേഷു.
किं ब्रूमहे बहुजनाहि तदापि जाता एवं तु भक्तितरला विरला परात्मन् पश्यन्नवन्दद भवद्विहृदि स्थलानि पांसुष्वेष्टद भवच्चरणाङ्गिदेषु किं ब्रूमहे बहुजना हि तदापि जाताः एवं तु भक्तितरला विरलः परात्मन्. ഏഴാമത്തെ ശ്ലോകം പദച്ഛേദം സായം സഹ ഗോപഭവനാനി ഭവചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദസരിതേ ഏവ കില ഉഹ്യമാനഃ ഗച്ഛൻ ഭവനസന്നിധിം അന്വയാസീത് സായം സ ഗോപഭവനാനി ഭവചരിത്രഗീതാമൃത പ്രസുത കർണരസായനാനി സായം സ ഗോപ ഭവനാനി ഭവചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവനസന്നിധിമന്വയാസീത് പശ്യൻ പ്രമോദ സരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവന സന്നിധിമന്വയാസീത് സായം സ ഗോപഭവനാനി ഭവചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദസരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവന സന്നിധിമന്വയാസീത് സായം സ ഗോപ ഭവനാനി ഭവചരിത്ര ഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദ സരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവന സന്നിധിമന്വയാസീത്. അടുത്തത് എട്ടാമത്തെ ശ്ലോകമാണ്. പദച്ഛേദം നോക്കാം. താവത് ദദർശ പശുദോഹ വിലോകലോലം ഭക്ത ഉത്തമ ആഗതിം ഇവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തം അയം അഗ്രജവന്തം അന്തഃ ബ്രഹ്മാനുഭൂതി രസ സിന്ധും ഇവ ഉദ്വമന്തം. ശ്ലോകം താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം. താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം. ഭൂമൻ ഭവന്തമയമഗ്രജവന്തമന്തർബ്രഹ്മാനുഭൂതി രസസിന്ധുമിവോദ്വമന്തം. ഭൂമൻ ഭവന്തമയമഗ്രജവന്തമന്തർ ബ്രഹ്മാനുഭൂതി രസസിന്ധുമിവോദ്യമന്തം. താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം. ഭൂമൻ ഭവന്തമയമഗ്രജവന്തമന്തർബ്രഹ്മാനുഭൂതി രസസിന്ധുമിവോദ്വമന്തം. താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം. ഭൂമൻ ഭവന്തമയമഗ്രജവന്തമന്തർ ബ്രഹ്മാനുഭൂതിരസ സിന്ധുമിവോദ്യമന്തം. അടുത്തത് ഒൻപതാമത്തെ ശ്ലോകം. സായന്തന ആപ്ലവ വിശേഷ വിവിക്ത ഗാത്രവും ദ്വൗ പീത നീല രുചിരാംബര ലോഭനീയവും ന അതിപ്രപഞ്ച ധൃത ഭൂഷണ ചാരുവേഷവും മന്ദസ്മിത ആർദ്രവദനവും സഹ യുവാം ദദർശ. ശ്ലോകം സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദ്വൗ പീത നീല രുചിരാംബരലോഭനീയൗ. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദ്വൗ പീത നീല രുചിരാംബരലോഭനീയൗ. നാദിപ്രപഞ്ച ധൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സയുവാം ദദർശ.
आदिप्रपञ्चधृतभूषणचारुवेशौ मन्दस्मिताद्रवदनौ स युवां ददर्श सायन्तनाप्लव विशेष विविक्त गात्रौ द्वौ पीतनीलरुचिराम्बरलोभनीयौ नादिप्रपञ्चधृतभूषणचारुवेशौ मन्दस्मितार्द्रवदनौ स युवां ददर्श सायन्तनाप्लवविशेषविविक्तगात्रौ द्वौ पीतनीलरुचिराम्बरलोभनीयौ नादिप्रपञ्चधृतभूषणचारुवेशौ मन्दस्मिताद्रवदनौ स युवां ददर्श പത്താമത്തെ ശ്ലോകം. ദൂരാത് രഥാത് സമവരുഹ്യ നമന്തം ഏനം ഉദ്ധാപ്യ ഭക്തകുലമൗലിം അഥ ഉപഗുഹൻ ഹർഷാത് മിത അക്ഷരഗിര കുശല അനുയോഗി പാണി പ്രഗൃഹ്യ സബലഃ അധ ഗൃഹാൻ നിനേധ. ശ്ലോകം. ദൂരാദ്രഥാത് സമവരുഹ്യ നമന്തമേനമുദ്ധാപ്യ ഭക്തകുലമൗലിമധോപഗൂഹൻ दूराद्रतात् समवरूह्य स्नमन्तमेनं प्राप्य भक्तकुलमौलिमधोपगूहन् ഹർഷാന്മിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോധ ഗൃഹാൻ നിനേധ. हर्षान्विताक्षरगिरा कुशलानुयोगी पाणिं प्रगृह्य सबलोत्थगृहान्निनेथ ദൂരാദ്രഥാത് സമവരുഹ്യ നമന്തമേനം ഉദ്ധാപ്യ ഭക്തകുലമൗലിമധോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാ കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോധ ഗൃഹാൻ നിനേധ. दूराद्रतात् समवरूह्य नमन्तमेनं प्राप्य भक्तकुलमौलिमधोपगूहन् हर्षान्विताक्षरगिरा कुशलानुयोगी पाणिं प्रगृह्य सबलोत्थगृहान्निनेथ. അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. 11ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം. നന്ദേന സാകം അമിതാദരം അർച്ചയിത്വാ തം യാദവം തത് ഉദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാകഥാഭിഃ ഇഹ തേന നിശാം അനൈഷീഹി. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം നന്ദേന സ്വർഗമനിദാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യവാർത്താം ഗോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാകഥാഭിരിഹ തേന നിശാമനൈഷീഃ. ഗോപേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ നാനാകഥാഭിരിഹ തേന നിശാമനൈഷീഃ. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശ കഥാം നിവേദ്യ നാനാകഥാഭിരിഹ തേന നിശാമനൈഷീഃ. നന്ദേന സാകമനിദാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യവാർത്താം ഗോപേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ നാനാകഥാഭിരിഹ തേന നിശാമനൈഷീഃ. അടുത്തത് 12ാമത്തെ ലാസ്റ്റ് ശ്ലോകമാണ്. ചന്ദ്രാഗ്രഹേ കിമു ഉദ ചന്ദ്രഭഗാഗ്രഹേ നു രാധാഗൃഹേ നു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തഃ വിളംബത ഇതി പ്രമദാഭിരുച്ചൈഃ ആശങ്കിതോ നിശി മരുത്പുരനാഥ പായാഹ. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗ്രഹേ നു
രാധാഗൃഹേണു ഭവനേ കിമു മൈത്രവിന്ദേ. ചന്ദ്രാഗ്രഹേ കിമുത ചന്ദ്രഭഗാഗ്രഹേണു രാധാഗ്രഹേണു ഭവനേ കിമു മൈത്രവിന്ദേ. ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശി മരുത്പുരനാഥ പായാ. ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈർ ആശങ്കിതോ നിശി മരുത്പുരനാഥ പായാ. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേണു രാധാഗൃഹേണു ഭവനേ കിമു മൈത്രവിന്ദേ. ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശി മരുത്പുരനാഥ പായാ. ചന്ദ്രാഗ്രഹേ കിമുത ചന്ദ്രഭഗാഗ്രഹേണു രാധാഗ്രഹേണു ഭവനേ കിമു മൈത്രവിന്ദേ. ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശി മരുത്പുരനാഥ പായാ. ഹരി ഓം. ഹരി ഓം. ഹരിയോ. ഈ 12 ശ്ലോകങ്ങളും എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിന് വേണ്ടി സുകുമാരി അക്കയെ വളരെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഹരിയോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബഹുമാനരായ SPYSS NYC യോഗ ബന്ധുക്കൾക്ക് എന്റെ സാദര പ്രണാമം. ശ്രീമദ് നാരായണീയം പഠന ക്ലാസിന്റെ എറണാകുളം ജില്ലയുടെ അവതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനാൽ രചിക്കപ്പെട്ട ശ്രീമദ് നാരായണീയത്തിലെ 72ാം ദശകമാണ് ഇന്ന് ഇവിടെ പഠന വിധേയമാക്കുന്നത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 38ാം അധ്യായത്തിലെ പ്രതിപാദ്യമാണ് ഈ ദശകത്തിൽ 12 ശ്ലോകങ്ങളിലായി ശ്രീ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത്. ദശകം 12 അക്രൂരാഗമനം. ഭഗവാന്റെ പരമഭക്തനായ അക്രൂരൻ പേര് പോലെ തന്നെ ക്രൂരത തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത മഹാത്മാവാണ്. ഈ അക്രൂരൻ ആരാണെന്ന് നമുക്കറിയണ്ടേ? അതൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ വംശാവലി യദു, ക്രോഷ്ടു, സാത്വതൻ, വൃഷ്ണി, യുധാജിത്ത്, വൃഷ്ണി, ശ്വഫൽക്കൻ, അക്രൂരൻ എന്നിങ്ങനെയാണ്. അതായത് യദുവംശജനായ ശ്വഫൽക്കന്റെയും കാശി രാജപുത്രിയായ ഗാന്ധിനിയുടെയും പുത്രനാണ് അക്രൂരൻ. നമ്മുടെ ശ്ലോകത്തിനിടയ്ക്ക് ഗാന്ധിനേയൻ എന്ന വാക്ക് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഗാന്ധിനിയുടെ പുത്രനായതുകൊണ്ടാണ്. അങ്ങനെ ശ്വഫൽക്കന്റെയും ഗാന്ധിനിയുടെയും പുത്രനാണ് ഈ അക്രൂരൻ. ചുരുക്കി പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ജന്മമെടുത്ത അതേ യദുവംശത്തിൽ തന്നെയാണ് അക്രൂരനും പൂജാതനായത്. ശ്രീകൃഷ്ണന്റെ ഒരു ഇളയച്ചനായി വരും ഈ ശ്രീകൃഷ്ണൻ. മഹാരാജാവ് കംസൻ ശ്രീകൃഷ്ണ നിഗ്രഹത്തിനായി പല ഉപായങ്ങളും നോക്കി. അത് നമുക്കറിയാം. അകാസുരൻ, ഛകടാസുരൻ, പൂതന തുടങ്ങി പല ദുഷ്ടശക്തികളെയും അതിനായി നിയോഗിച്ചത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സമയത്താണ് ദേവർഷി നാരദൻ കംസനെ സന്ദർശിച്ചിട്ട് ശ്രീകൃഷ്ണനും ബലരാമനും അമ്പാടിയിലുള്ള ഒരു വ്രജത്തിൽ താമസിക്കുന്നുണ്ട് എന്നും നന്ദഗോപരുടെ സംരക്ഷണയിലാണ് അവർ ഉള്ളതെന്നുമുള്ള വിവരം ഉള്ള സന്ദേശം അദ്ദേഹത്തെ അറിയിക്കുന്നത്. തന്നെ വധിക്കാനായി ജനിച്ചിട്ടുള്ള ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഭയചകിതനായ കംസൻ എങ്ങനെയെങ്കിലും ശ്രീകൃഷ്ണനെ വധിക്കാനുള്ള ഒരു ഉപായം കണ്ടുപിടിക്കണം എന്ന ഒരു ചിന്തയോടുകൂടിയാണ് ഈ അക്രൂരനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. അപ്പൊ നമുക്ക് അക്രൂര ആഗമനത്തിലെ ശ്ലോകങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം. കംസോഥ നാരദഗിര വ്രജവാസിനം ത്വാം ആകർണ്യതീർണ ഹൃദയ സതു ഗാന്ധിനേയം ആസൂയ കാർമുകമഖച്ചലതോ ഭവന്തം ആനേതുമേന മഹിനോദ് അഹിനാഥശായിൻ. അഹിനാഥശായിൻ എന്നാണ് നാരായണീയ കർത്താവ് നിന്ദിനുടെ സംബോധന ചെയ്യുന്നത്.
അഹി എന്നാൽ നാഗം. ഇവിടെ ഏത് നാഗമാണ്? അനന്തനാകുന്ന നാഗത്തിൽ പള്ളി കൊള്ളുന്ന അല്ലയോ ഭഗവാനെ, അല്ലയോ നാരായണ ശ്രീകൃഷ്ണ, അങ്ങയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അക്രൂരൻ എന്ന യാദവനെ കംസൻ നിയോഗിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ അറിഞ്ഞത്? നാരദഗിര, നാരദന്റെ വാക്ക് കേട്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ശ്രീകൃഷ്ണനും ബലരാമനും അമ്പാടിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അവരെ കൂട്ടിക്കൊണ്ടുവരണം. എന്തിനായിട്ട് വേണം? എന്തെങ്കിലും വെറുതെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? ഞാനൊരു കാർമുഖം, അഖം. കാർമുഖം എന്നാൽ ധനുസ്, അഖം എന്ന് പറഞ്ഞാൽ യാഗം. ധനുർയാഗം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ദർശിക്കുന്നതിനുമായി വേണ്ടിയിട്ട് രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരണം എന്ന ഒരു സന്ദേശം കൊടുത്തിട്ടാണ് അക്രൂരനെ കംസൻ വിളിച്ചിരിക്കുന്നത്. ശ്ലോകം 2. അക്രൂരയേഷ ഭവദംഘ്രി പരശ്ചിരായ ത്വദ്ദർശനാക്ഷമമനാ ക്ഷിതിപാലഭീത്യ തസ്യാജ്ഞയൈവ പുനരീക്ഷിതമുദ്യതസ്ത്വാം ആനന്ദഭാരമതിപൂരിതരം ബഭാര. അക്രൂരേഷ ഏഷ, ഈ അക്രൂരൻ എങ്ങനെയുള്ളവനാണ്? ഈ അക്രൂരൻ ഭവദംഘ്രി പരശ്ചിരായ, അങ്ങയുടെ ഭഗവത് പാദാരവിന്ദങ്ങൾ ഒന്ന് ദർശിക്കുന്നതിന് വേണ്ടി ത്വദ്ദർശനാക്ഷമമന, അക്ഷമനായി കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഈ ഭഗവത് പാദാരവിന്ദങ്ങൾ എനിക്കൊന്ന് ദർശിക്കുവാനുള്ള അവസരം തരണമേ എന്ന ദിവസവും ഉള്ളുരുകി പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്നതാണ് അക്രൂരൻ. പക്ഷെ എന്താ കുഴപ്പം? ക്ഷിതിപാല ഭീത്യ, ക്ഷിതിപാലൻ രാജാവ്. ഏത് രാജാവ്? കംസമഹാരാജാവ്. കംസമഹാരാജാവിന്റെ ആശ്രിതനാണ് ഈ അക്രൂരൻ. അതുകൊണ്ട് കംസരാജാവ് അറിയാതെ അക്രൂരന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ല. അഥവാ പോയാൽ ചിലപ്പോൾ അക്രൂരന്റെ വധത്തിനോ ശ്രീ കൃഷ്ണരാമന്മാരുടെ വധത്തിനോ കാര്യമായേക്കാം എന്ന ഭീതി കൊണ്ട് എങ്ങോട്ടും പോകാതെ ഈ ഭഗവത് പാദാരവിന്ദങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു കൂടുകയായിരുന്നു ഈ അക്രൂരൻ. ഈ ഒരു ക്ഷണം കിട്ടിയപ്പോൾ അത് അത്യധികം സന്തോഷത്തോടുകൂടി, ആനന്ദഭാരം അതിപൂരിതരം, വർദ്ധിച്ച സന്തോഷത്തോടുകൂടി ഈ ഉദ്യമം അക്രൂരൻ ഏറ്റെടുക്കുകയാണ്. ശ്ലോകം. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഏത് കാര്യം മനസ്സാ വളരെ ആഗ്രഹിക്കുകയും അതെങ്ങനെയെങ്കിലും നേടിത്തരണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ഒരു കാര്യം നമുക്ക് ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അക്രൂരനെ ഇതിനു വേണ്ടിയുള്ള ഒരു നിയോഗം കൊടുക്കുന്നത്. ശ്ലോകം 3. സോയം രഥേന സുകൃതി ഭവതോ നിവാസം ഗച്ഛൻ മനോരഥഗണാം സ്വൈ കാര്യമാണാൻ ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥിന കിഞ്ചിദഭിവ്യജാനാത്. സ്വയം, അതുകൊണ്ട് അയം അവൻ രഥേന, ആ രഥത്തിൽ കയറി, സുഹൃതിയായ അക്രൂരൻ കംസനാൽ നൽകപ്പെട്ട രഥത്തിൽ കയറി ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് യാത്രയായി. അങ്ങനെ യാത്രയാകുമ്പോൾ വഴിയിലുള്ള യാതൊരു കാര്യങ്ങളും അക്രൂരൻ കാണുന്നില്ല. ഭഗവാനെ ദർശിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം, ഭഗവാനെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റു യാതൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ കിഞ്ചിതപി, വഴിയിൽ മാർഗത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഏകാന്ത ചിത്തനായി ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉറച്ച പാദങ്ങളോടെ അദ്ദേഹം വഴി കടന്നുപോയി. അങ്ങനെ അപ്പോൾ പല ചിന്തകളും അക്രൂരന്റെ മനസ്സിലൂടെ കടന്നുപോയി. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പൃക്ഷ്യാമി ഹിംസിദപി നാമ പരിക്ഷേയം സം കിം വീക്ഷതേ കം കിം വക്ഷ്യതേ സ ഖലു മാം കൊരു വീക്ഷിത സ്യാത് ഇത്തം നിനായ സഭവന്മയമേവ മാർഗം. അദ്ദേഹം തന്റെ പോകുന്ന വഴിയിൽ തന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവുകയാണ്, എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ? അനേകം വേദങ്ങളാൽ കീർത്തിക്കപ്പെട്ട പ്രാപ്യസ്ഥാനമായ ആ പരമപുരുഷനെ ദർശിക്കുവാൻ തനിക്ക് സാധിക്കുമോ? അവിടുന്ന് എന്തായിരിക്കും എന്നോട് പറയുക? എവിടെ വെച്ചായിരിക്കും എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുക? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് സ്പർശിക്കാൻ സാധിക്കുമോ?
അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മാർഗത്തിൽ മറ്റൊന്നും കാണാതെ അദ്ദേഹം സ്വന്തം വഴിയെ പിന്നിട്ട് രഥം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ശ്ലോകം 5. ഭൂയക്രമാദഭിവിശൻ ഭവദംഘ്രിപൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം ആനന്ദമഗ്നൈവ ലഗ്നൈവ പ്രമോഹേ കിം കിം ദശാന്തരമവാപ ന പങ്കജാക്ഷ. അങ്ങനെ ക്രമേണ ഭഗവത് പാദങ്ങൾ പതിഞ്ഞ ആ വൃന്ദാവനത്തിൽ അക്രൂരൻ എത്തിച്ചേർന്നു. ഈ വൃന്ദാവനം എങ്ങനെയുള്ളതാണ്? ഹരൻ, വിരിഞ്ചൻ, ശിവൻ, ബ്രഹ്മാവ്, ശിവൻ, മറ്റു സുരന്മാർ, ദേവേന്ദ്രൻ മുതലായവരാൽ എല്ലാം വന്ദിക്കപ്പെടുന്നതാണ് ഈ പ്രദേശം. അല്ലയോ പങ്കജാക്ഷ, അല്ലയോ താമരക്കണ്ണ, അവിടുത്തെ വാസഭൂമിയായ ഈ വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ പരമഭക്തനായ അക്രൂരൻ ആനന്ദത്തിൽ മുഴുകിയവരെ പോലെയും അതിൽ നിന്നുളവായ മോഹാലസ്യത്തിൽപ്പെട്ടവരെ പോലെയും ഉള്ള വിവിധ അവസ്ഥാവിശേഷങ്ങളെ പ്രാപിച്ചു. ശ്ലോകം 6. പശ്യന്നവന്തത ഭവദ്വിഹൃതിസ്ഥലാനി പാംസുഷ്വേഷ്ടത ഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാഹി തഥാ വിജാത ഏവം തു ഭക്തിതരള വിരളാ പരാത്മൻ. വൃന്ദാവനത്തിലെത്തി. ഈ വൃന്ദാവനം എങ്ങനെയുള്ളതാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ ആടിയ പ്രദേശമാണ് ഈ വൃന്ദാവനം. ആ പ്രദേശങ്ങളെ കണ്ടപ്പോൾ തേരിൽ നിന്നിറങ്ങി, അക്രൂരൻ തേരിൽ നിന്നിറങ്ങി ആ പ്രദേശങ്ങളെ എല്ലാം വന്ദിച്ചു. നിന്തിരുവഴിയുടെ പാതാരബിന്ദങ്ങൾ പതിഞ്ഞ ആ പുണ്യഭൂമിയിൽ അദ്ദേഹം വീണു ഉരുണ്ടു. അഹോ പരബ്രഹ്മമൂർത്തെ, ഗുരുവായൂരപ്പ, അക്കാലത്തും ധാരാളം ഭക്തന്മാർ ഉണ്ടായിരുന്നുവെങ്കിലും ഈ അക്രൂരനെ പോലെ ഇപ്രകാരം ഭക്തവിവശന്മാർ ഗുരുവും വിരളം തന്നെ. വിരളാഹ പരാത്മൻ, അല്ലയോ പരാത്മാവേ, ഇത്രയും ഭക്തിവിവശനായ ഒരു ഭക്തൻ ലോകത്ത് വേറെ ഇല്ല തന്നെ എന്നാണ് നാരായണീയ കർത്താവ് പറയുന്നത്. ശ്ലോകം 7. സായം സ ഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദ സരിദേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവന സന്നിധിം അന്വയാസീത്. അക്രൂരൻ ആ വഴിയെ അങ്ങനെ തേരിൽ കയറി വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗോപഭവനങ്ങളിൽ, വഴിയുടെ രണ്ടു വശത്തുമുള്ള ഗോപഭവനങ്ങളിൽ നിന്ന് ഭവച്ചരിത്ര ഗീതാമൃതം, അങ്ങയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ടുള്ള ഗീതകൾ കേൾക്കുന്നു. അത് കേട്ട് അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആ ഗോപഭവനങ്ങളെ ദർശിച്ചുകൊണ്ട് ആനന്ദ നദിയിൽ ഒഴുകിപ്പോകുന്നവനെന്ന് തോന്നും വണ്ണം നടന്ന് നിന്തിരുവടിയുടെ ഗേഹത്തിന് സമീപം അക്രൂരൻ എത്തിച്ചേർന്നു. ശ്ലോകം 8. താവദ്ദർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയ അഗ്രജമന്ദവന്തർ ബ്രഹ്മാനുഭൂതി രസസിന്ധുമിവോദ്വമന്തം. താവദ്ദർശ, അങ്ങയെ കണ്ടു. അക്രൂരൻ അങ്ങനെ കണ്ടു. എങ്ങനെ? പശുദോഹ വിലോകലോലം, പശുവിനെ കറക്കുന്നു നോക്കിക്കൊണ്ട് നിൽക്കുന്നവൻ എന്ന് തോന്നുമാറ്. അതുപോലെ ഭക്തോത്തമാഗതമിവ, തന്റെ ഉത്തമ ഭക്തനായ അക്രൂരൻ വരുന്നത് അറിഞ്ഞിട്ടെന്ന് നോക്കുന്നത് പോലെ, വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നവനെ പോലെ. പ്രതിപാലയന്തം ഭൂമൻ ഭവന്തം ഭവന്തമയം അഗ്രജവന്തം അന്തർബ്രഹ്മാനുഭൂതി. ഇത് കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഭക്തോത്തമന്മാരായ ഈ കുമാരന്മാരെ കണ്ടപ്പോൾ ആനന്ദ നദിയിൽ ഒഴുകിപ്പോകുന്നുവോ എന്ന് തോന്നുന്നു. ഇതെല്ലാം അക്രൂരന്റെ അങ്ങനെ തോന്നും വണ്ണം നിൽക്കുന്നു, എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ നിൽക്കുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ അക്രൂരന്റെ മനസ്സ് ഭക്തിയിൽ ഒഴുകിപ്പോയി എന്ന് തന്നെ. ഭക്തിയിൽ നിന്തിരുടെ ഗൃഹത്തിന് സമീപം എത്തിച്ചേർന്ന ആ അക്രൂരന്റെ മനസ്സ് ആനന്ദ നദിയിൽ ഒഴുകിപ്പോകുന്നവനോ എന്ന് തോന്നി എന്നാണ് പറയുന്നത്. ശ്ലോകം 8. ശ്ലോകം 9. സായന്തനാപ്ലവ വിശേഷ
വിവിക്തഗാത്രൗ സ്വൗ പീതനീല രുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ചകൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സയുവാന്തദർശ. അങ്ങനെ രണ്ടുപേരെയും കൂടി അക്രൂരൻ കാണുകയാണ്. എങ്ങനെയുള്ളതാണ്? സന്ധ്യാസ്നാനം കൊണ്ട് അത്യന്തം നിർമ്മലമായ ഗാത്രത്തോടു കൂടിയവരും മനോഹരമായ മഞ്ഞപ്പട്ടും നീലപ്പട്ടും അണിഞ്ഞതുകൊണ്ട് സുന്ദര രൂപം കൊണ്ടവരും പുഞ്ചിരിത്തുവം മുതൽ കുതിർന്ന മുഖമുള്ളവരുമായ നിങ്ങൾ ഇരുവരെയും അക്രൂരൻ ദർശിച്ചു, അക്രൂരൻ കണ്ടു, ആനന്ദാനുഭൂതിയിൽ ലയിച്ചു. അടുത്ത ശ്ലോകത്തിൽ പരമഭക്തനായ അക്രൂരനെ ഭഗവാൻ യഥോചിതം സ്വീകരിക്കുന്നതാണ്. ശ്ലോകം 10. ദൂരാദ്രഥാത് സമവരുഹ്യ നമന്തമേനം ഉദ്ധാപ്യ ഭക്തകുലമൗലി അഥോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിര കുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സബലോത ഗൃഹാന്നിനേഥ. അനന്തരം ദൂരാദ്രഥാത് അകല രഥത്തിൽ നിന്ന് ഇറങ്ങി നമസ്കരിക്കുന്ന ഈ പരമഭക്തനെ രണ്ടു കൈയും പിടിച്ച് ശ്രീകൃഷ്ണൻ എഴുന്നേൽപ്പിച്ചു. സന്തോഷത്തോടുകൂടി പുണർന്ന് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കുശലം അന്വേഷിച്ചു. പിന്നീട് കൈപിടിച്ച് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ട് കൈപിടിച്ച് ബലരാമനും ഒന്നിച്ച് അദ്ദേഹത്തെ സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശ്ലോകം 11. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി നിദേശകഥാം നിവേദ്യ നാനാകഥാഭിരിഹ തേന നിശാമനൈഷീ. അപ്പോ കൃഷ്ണനും രാമനും കൂടി അക്രൂരനെ കൈപ്പിടിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് അവരുടെ ഗൃഹത്തിനുള്ളിൽ ആരാ ഉള്ളേ? അവരുടെ അച്ഛൻ നന്ദഗോപരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നന്ദേന സാകം അമിതാദര വർച്ചയിത്വ, നന്ദനോട് കൂടി അവർ കൈപിടിച്ച് കൊണ്ടുവരുമ്പോ വളരെ കുറച്ചു കാര്യം മാത്രമേ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുള്ളൂ. നന്ദനോട് കൂടി നിന്നുകൊണ്ട്, നന്ദന്റെ അതേ കുലത്തിൽപ്പെട്ട യദുകുലത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് നന്ദനെ ഒട്ടും അക്രൂരനെ പുറകോട്ട് നിർത്താൻ പറ്റില്ല. അങ്ങനെ നന്ദനും രാമകൃഷ്ണന്മാരും കൂടി ഈ അക്രൂരനെ വേണ്ട വിധം സൽക്കരിച്ച് എല്ലാ വർത്തമാനങ്ങളും എല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അപ്പൊ നന്ദൻ തന്റെ വരവിന്റെ ഉദ്ദേശം നന്ദനെ അറിയിച്ചു. നന്ദൻ അതെല്ലാം കേട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നിന്ന ഗോപന്മാരോട് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. എന്താണ്? അവിടെ ഒരു കംസമഹാരാജാവ് അവിടെ ഒരു ധനുർയജ്ഞം നടത്താൻ പോകുന്നു. ആ ധനുർയജ്ഞത്തിന് നമ്മളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് അക്രൂരൻ വന്നിരിക്കുന്നത്. രാമകൃഷ്ണന്മാരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും, നിങ്ങൾ എല്ലാവരും അത് കാണാൻ ചെല്ലണം എന്ന വാർത്തകളെല്ലാം അവരെ അറിയിച്ചു. അതിനുശേഷമോ നാനാകഥാഭിരിഹ, അങ്ങനെ പല പല കഥകളും പറഞ്ഞ് തേന നിശാമനൈഷീഹി, അവര് അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. എന്ത് നോക്ക്, അക്രൂരന്റെ ആ സന്തോഷത്തിനും അദ്ദേഹത്തിന്റെ ഭക്തിക്കും എന്തുമാത്രം ഒരു പ്രത്യേകതയാണ് ഉള്ളതെന്നൊക്കെ ഭഗവാൻ അറിഞ്ഞ് കടാക്ഷിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അക്രൂരന് നൽകി സൽക്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ അക്രൂരൻ അവിടെ നന്ദഗൃഹത്തിൽ കൃഷ്ണരാമന്മാരുമായി വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് രാത്രി അവിടെ കഴിച്ചുകൂട്ടി. പക്ഷെ ഒരു കുഴപ്പം പറ്റി. കൃഷ്ണൻ ഈ ഗോപികമാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, രാത്രി ഞാൻ അങ്ങ് വന്നേക്കാം, ഇങ്ങോട്ട് വന്നേക്കാം എന്ന് എല്ലാ ഗോപികമാരെയും പറഞ്ഞ് മയക്കി വെച്ചിട്ടാണ് വന്നത്. അവരവിടെ നോക്കി ഇരുന്ന് മടുത്തു. രാത്രി ഒരുപാടായിട്ടും കാണുന്നില്ല. ഈ ധൂർത്തനായ കൃഷ്ണൻ എവിടെ പോയിരിക്കുന്നു? ധൂർത്തൻ എന്ന വാക്കിനർത്ഥം വഞ്ചകൻ എന്നാണ്. ഈ വഞ്ചകനായ കൃഷ്ണൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മളൊക്കെ കുട്ടികളെയൊക്കെ കളിയാക്കിയ സ്നേഹം കൂടി വരുമ്പം കൊച്ചുങ്ങളുടെ കൈ കള്ളൻ എന്ന് പറയില്ലേ? അതേപോലെയാണ് അവര് ആ ധൂർത്തൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കള്ളകൃഷ്ണൻ, ഈ വഞ്ചകൻ കൃഷ്ണൻ എവിടെ പോയിരിക്കുന്നു? ചന്ദ്രയുടെ ഗൃഹത്തിലാണോ? അതോ ചന്ദ്രഭഗയുടെ വീട്ടിലാണോ? അതെയോ ഇനി രാധയുടെ വീട്ടിലേക്ക് എങ്ങാൻ പോയോ? അതോ മിത്രവിന്ദയുടെ വീട്ടിലേക്ക് പോയോ? ഈ വഞ്ചകനായ കൃഷ്ണൻ എന്താണ് താമസിക്കുന്നത്? വിളംബിതൈതി പ്രമദാഭിരുച്ചയും, അങ്ങനെ ഉറക്കെ അവര് വളരെ കടുപ്പത്തിൽ പറയുകയാണ്. ഈ
ശ്രീകൃഷ്ണൻ ഇതെന്ത് പണിയായി പറ്റിച്ചിരിക്കുന്നത്, ഇവരെന്താണ് ഇങ്ങനെ നമ്മളോട് പെരുമാറുന്നത്, ഇങ്ങനെയൊക്കെ ഈ ഗോപസ്ത്രീകളോട് കാണിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങൾ മാറ്റിത്തരണേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. 12 ശ്ലോകങ്ങളുടെയും വർണ്ണനം ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ ഉദ്യമം ഇവിടെ അവസാനിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാ യോഗബന്ധുക്കൾക്കും എന്റെ നമസ്കാരം ഒരിക്കൽ കൂടിയാണ്. ഈ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്ന ഗോപണ്ണനും പുതിയ പുതിയ ദർശനങ്ങളുമായി എത്തുന്ന ഇന്ദിരയ്ക്കും ഈ പ്രോഗ്രാമിന്റെ അണിയറ പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും ടെക്നിക്കൽ കോർഡിനേറ്റർ സുനൈനയ്ക്കും എന്റെ സ്നേഹവും ആദരവും അറിയിക്കുന്നു. SBYSS NYCയിലെ എല്ലാ യോഗബന്ധുക്കൾക്കും ഒരിക്കൽ കൂടി എന്റെ ആദരവും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായത് ഒരു ഭഗവത് നിയോഗമായി ഞാൻ കാണുന്നു. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ഓം തത്വം. ഹരി ഓം. ഹരി ഓം. സമർപ്പണ ശ്ലോകം ആലപിക്കുന്നതിനായി രാജി കെ മണി അക്കയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. രാജി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇന്നത്തെ നാരായണീയ പഠനം 72-ാം ദശകം ഇവിടെ സമാപനം കുറിച്ചിരിക്കുകയാണ്. ഈ സന്ധ്യാവേളയിൽ ഭക്തിപൂർവം ധ്യാന ശ്ലോകം ആലപിച്ച സിന്ദൂരി സത്യജിത്ത് അക്കയ്ക്കും 12 ശ്ലോകങ്ങളും ചാൻഡിങ് ഗൈഡൻസ് നൽകിയ സരോജിനി അക്ക, അതുപോലെ ശ്ലോകങ്ങൾ ക്രമപ്രകാരം റിപ്പീറ്റ് ചെയ്ത സരസ്വതി അക്ക, സത്യജിത്ത് അണ്ണൻ, ഷീമ അക്ക, വിജയൻ അണ്ണൻ, ദേവകി അമ്മ, ലാലി അക്ക, അതുപോലെ എക്സ്പ്ലനേഷൻ ഭംഗിയായി നിർവഹിച്ച സുകുമാരി അക്ക, സമർപ്പണ ശ്ലോകം ആലപിച്ച രാജി കെ മണിയക്ക, ലോക കല്യാണ മന്ത്രം ആലപിക്കേണ്ട സുബ്രഹ്മണ്യൻ അണ്ണൻ എന്നിവർക്ക് വളരെ ബഹുമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. 14 ജില്ലക്കാരെയും ഒരുപോലെ കോർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഈ പഠനയാത്രയുടെ ചുക്കാൻ പിടിച്ച ബഹുമാന്യായ ഇന്ദിരാദേവി അക്കയ്ക്കും SBYSS NYCയുടെ അമരക്കാരായ ഗോപണ്ണനും ജിൽജ അക്കയ്ക്കും ഈ പരിപാടിക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സുനൈന അക്കയ്ക്കും മറ്റെല്ലാ യോഗ ബന്ധുക്കൾക്കും വളരെ സ്നേഹത്തോടെ ഞാൻ നന്ദി ആശംസിക്കുന്നു. അതുപോലെ എന്നെ ഇന്ന് ഈ ആങ്കറിംഗ് വേണ്ടി ക്ഷണിച്ച, എന്നെ ഏൽപ്പിച്ച എല്ലാ യോഗ ബന്ധുക്കൾക്കും ഇതിന്റെ അമരക്കാർക്കും എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യാത്രാവണ്ടി അടുത്ത സ്റ്റേഷൻ ആയ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലേക്ക് സന്തോഷത്തോടെ ഞങ്ങൾ യാത്രയാക്കുകയാണ്. ഹരി ഓം. ഓം ഗുരുവായൂരപ്പ ശരണം. ലോക കല്യാണ മന്ത്രം ആലപിക്കുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യൻ അണ്ണനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരി ഓം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.